ഞാൻ അർപ്പിച്ച കുർബാന, ആ കുർബാനയെ കർത്താവെ ആൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നിന്ന് കർത്താവ് നടത്തിയിട്ട് ജപമാലയായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജപമാല ശക്തിയാൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ ആശീർവാദ ശക്തിയാൽ നിങ്ങൾ ഇന്ന് വരെ ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗമാകാം, ശാപമാകാം, പലതരത്തിലുള്ള ഉപദ്രവങ്ങളാകാം, യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവ് അത് അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവെ, അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേപ്പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൈകൾ അങ്ങയുടെ മക്കളുടെ മേൽ നീട്ടണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ. അധ്വാനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ. അവരോട് വാക്ക് പറഞ്ഞവരെ, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഡേറ്റ് ഇട്ടിരിക്കുന്ന ഡേറ്റുകളെ നീ ആശീർവദിക്കണമേ. നീ ഹോണർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും ഓരോ ഡേറ്റിനെ ഓർത്ത് ആശങ്കപ്പെടുന്നവരുണ്ട് ഈശോയെ. ആ ഡേറ്റ് ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരുണ്ട് ഈശോയെ. ആ സമയത്തിൽ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകമേ, ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവ തലങ്ങളായി അമ്മേ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരെ, മദ്യപാനത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട കുഞ്ഞുങ്ങളെ, ജയിലിലാകപ്പെട്ടുള്ള കുടുംബനാഥന്മാരും കുടുംബത്തിലുള്ളവരും അവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇപ്പം ജോലി നഷ്ടപ്പെടും, ഇന്ന് ജോലി നഷ്ടപ്പെടും കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ളവരെ അങ്ങ് സന്ധിക്കണേ കർത്താവ്. അങ്ങേക്കറിയാം, അങ്ങ് നഷ്ടപ്പെടാതിരിക്കാൻ അവർ സന്ധിക്കാൻ അങ്ങേക്കറിയാം കർത്താവ്. അലഞ്ഞ് നടന്ന് പല ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടും എല്ലാം റിജക്റ്റ് ആകുന്ന മക്കളെ പ്രത്യേകം നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ കൊടുക്കി തീർക്കാൻ വേണ്ടി ഡേറ്റ് ഇട്ട് അവർക്ക് അത് ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും നാളെ വരും നാളെയാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുമ്പോഴും ആ വാന്നൊക്കെ പറയുമ്പോഴും ഒരു വഴിയും കാണാത്തവരുണ്ട്. അവരെ നീ അന്ന് സന്ധിക്കണം കർത്താവ്. ഇന്ന് 6 മണിക്കുള്ളിൽ അവിടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ ദൈവമാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, കടകൾ നടത്തുന്നവരും അതുപോലെ തന്നെ പല വ്യവസായങ്ങൾ ചെയ്യുന്നവരും അവരുടെ എല്ലാ വിഷയങ്ങളുടെ മേലും അവർക്കെല്ലാം സമാധാനവും സന്തോഷത്തോടെയും കർത്താവ് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കോളേജ് അഡ്മിഷന് വേണ്ടി പോകുന്നവർ, അതുപോലെ കോളേജിലെ ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവ് നിന്നെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ മക്കളെ, അതായത് ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ്. നമ്മൾ ബുദ്ധിയും ബോധമില്ലാതെ ദൈവത്തെ പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ബുദ്ധി, നമ്മുടെ ആലോചന, നമ്മുടെ ശക്തി, നമ്മുടെ അനുഭവ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമ്മൾ ബൈബിളിൽ ഗർവെന്നാണ് പറയണത്. ഈ ഗർവ് കാരണമാണ് പലപ്പോഴും നമ്മൾ പണി മേടിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഗർവില്ലാതെ ജീവിക്കാൻ ദൈവത്തെ കക്ഷി ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വചനങ്ങൾ കേൾക്കാം. യോഹന്നാൻ 15:5 എടുത്തേ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു നിത്യത എന്ന വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമാണ്, ആത്യന്തിക ലക്ഷ്യമാണെങ്കിൽ അത് ക്രിസ്തുവിനെ കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കഴിക്കണില്ലേ, ജോലിക്ക് പോകണില്ലേ, കാറ് വാങ്ങിക്കുന്നില്ലേ, ഡ്രൈവ് ചെയ്യണില്ലേ, മനുഷ്യൻ റോക്കറ്റിൽ പോകണില്ലേ, പിന്നെ അതൊക്കെ യേശുവിനെ കൂടിയാണോ പോണത്? അങ്ങനെയുള്ള പൊട്ടൻ ചോദ്യങ്ങളല്ല, മറിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? എന്നെ കൂടാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണിത്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അതാണ് സംഭവം. ഇത് ഈ 14:6 15:5 ബേസിക്കായിട്ട് ഒരേ വചനമാണ്. എന്താണ്? ക്രിസ്തുവിനെ കൂടാതെ നിത്യത ആഗ്രഹിക്കുന്നവരെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ നിത്യത എന്നുള്ളത് സബ്ജക്റ്റ് വൈസിൻ്റെ ഇൻക്ലൂഡ് കണ്ടൻറ്റ് വൈസിൻ്റെ ഇൻക്ലൂഡ് ചെയ്യണം. അതിനൊരു ഭാഗമായി നമ്മുടെ എല്ലാ ജീവനകളുടെയും കൂടെ ഈ നിത്യതയുടെ നൂല് കയറിപ്പോകണം. അതൊരു സ്പൈനൽ കോഡാണ്. ആ നട്ടലിൻ്റെ അകത്തുകൂടി സ്പൈനൽ കോഡ് പോണ പോലെ ആയിരിക്കണം നിത്യത ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ കൂടെ എല്ലാം ഇത് കൂടി പോകും. എന്താണ്? ക്രിസ്തു കൂടി പോകണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ലെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? നിത്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ അത് അവിഭാജ്യമായ ഘടകമാണ്. നിത്യതയെ പരാമർശിക്കാതെ അധികരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം.